തുടരുന്ന മുംബൈയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്റർ മഴയാണ് മുംബൈക്ക് ലഭിച്ചത്. ഗാന്ധി മാർക്കറ്റ്, ഹിന്ദ്മാത, സാന്താക്രൂസ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പല റോഡുകളിലും വാഹന ഗതാഗതം സ്തംഭിച്ചു. അന്ധേരി സബ്വേ അടച്ചു. വിമാന സർവീസിനെ ഉൾപ്പെടെ മഴ ബാധിച്ചു. ഉയർന്ന തിരമാല മുന്നറിയിപ്പുമുണ്ട്. ചെന്നൈയിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. വിമാന സർവീസുകളെ മഴ ബാധിച്ചതായാണ് വിവരങ്ങൾ. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, വലിയ മഴയുണ്ട്. മുംബൈയെ ആകെ വെള്ളത്തിലാക്കിയിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, തുടർച്ചയായി മുംബൈ നഗരം വലിയ മഴക്കെടുതികൾ അനുഭവിക്കുകയാണ് എന്നുള്ളതാണ്. 3 ദിവസം മുൻപാണ് ഒരു ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ മുംബൈ നഗരം മുഴുവൻ മുങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും മുംബൈ മഴയുടെ പിടിയിലാണ് എന്നുള്ളതാണ്. മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ, താനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. വിമാന സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് മുംബൈയിൽ. ഒപ്പം MPMC മാർക്കറ്റ്, ടർബെ മാഫ്കോ, കിങ്സ് സർക്കിൾ തുടങ്ങിയ മുംബൈയിലെ വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ജനങ്ങളേറെ ആശ്രയിക്കുന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമാണ്. മിക്ക റോഡുകളിലും വെള്ളം കയറിക്കഴിഞ്ഞു. ജനജീവിതം അതീവ ദുസ്സഹമാണ്. മെട്രോ റെയിൽ ഗതാഗതത്തിൽ തടസ്സം അനുഭവപ്പെടുന്നു. വാഹനങ്ങൾ റോഡുകളിൽ ഇറക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും ശക്തമായ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം മുംബൈയിൽ ഉടനീളം കാണാം. നഗരത്തിൽ ഉടനീളം ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. നവി മുംബൈയിലും താനെയിലും മറ്റും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായ, അതായത് ഈ മുംബൈയിലെ മഴയുടെ പ്രത്യേകത ഒരു അല്പം മണിക്കൂറുകൾ മാത്രം പെയ്യുന്ന കനത്ത മഴയാണ്. ഇടവിട്ടിടവിട്ടുള്ള മഴയല്ല, തുടർച്ചയായി അതിശക്തമായി മഴ പെയ്യുകയും അത് നഗരത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും ബാധിക്കുകയും ചെയ്യുകയാണ്. വെള്ളിയാഴ്ച രാവിലെ വരെ IMDയുടെ കണക്കനുസരിച്ച് 7.45 ആണ് അതിൻ്റെ ഒരു കണക്ക്. വ്യത്യസ്ത തോതിലുള്ള മഴയുടെ കണക്ക്. അത് 100 മില്ലിമീറ്റർ 100.5 മില്ലിമീറ്റർ ബൈക്കുല്ലയിൽ എന്ന സ്ഥലത്ത്, അതാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. കൊങ്കൺ മേഖലയിലുള്ള താനെ, പാൽഗർ, റായ്ഗട്ട്, സിന്ധുദർഗ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത 3-4 ദിവസങ്ങളിൽ കർണാടക, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര തീരമേഖലകളിൽ മഴ സജീവമാകുമെന്നുള്ള പ്രവചനവുമുണ്ട്. അതിനൊപ്പമാണ് ചെന്നൈയിലെ സാഹചര്യം. ചെന്നൈയിൽ കനത്ത മഴയാണ്. വിമാനത്താവളത്തിൽ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ പശ്ചാത്തലമുണ്ട്. 4 വിമാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയ 4 വിമാനങ്ങൾ ഏതാണ്ട് അരമണിക്കൂറോളം ആകാശത്ത് വട്ടമിട്ട് പറന്നു. ഇറങ്ങാനുള്ള സാഹചര്യങ്ങളിൽ ഒരുങ്ങിയില്ല. അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷം ബംഗളൂരുവിലേക്ക് ഈ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങി. അങ്ങനെ ശക്തമായ മഴ ഈ തന്ത്രപ്രധാനമായ 2 മെട്രോ നഗരങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അശ്വതി, ശരി. മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.